പല കള്ളത്തരങ്ങൾ. കള്ളത്തരങ്ങൾ ചെയ്യുന്നവർക്ക് അറിയാം നല്ലപോലെ. കള്ളത്തരങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ കൊള്ളിക്കാൻ പറ്റാൻ ചെയ്യുന്നത് നല്ല ഒന്നാമതായിട്ട് അറിയാം. ഇല്ല, നിങ്ങൾക്കില്ലായിട്ട് നിങ്ങളുടെ മോക്കുണ്ടത് നല്ലപോലെ. അവളാ എന്റെ വാട്സാപ്പൊക്കെ കോപ്പി ചെയ്ത് കണ്ടവരായി കൊടുക്കുന്നത്. അവളാ എന്റെ വാട്സാപ്പൊക്കെ കോപ്പി ചെയ്ത് കണ്ടവരായി കൊടുത്തത്. അവളാ അത് അവളോട് പറഞ്ഞ് ഞാൻ ജീവിക്കല്ലോ. അവർക്ക് പൈസ കാര്യത്തിലും പറഞ്ഞോണ്ട് എല്ലാവരെയും പിടിച്ചു വയ്ക്കണം. അവർക്ക് രണ്ടാറടിക്കണമെന്ന് പറഞ്ഞോണ്ട് അവർക്ക് രണ്ടാറടിക്കണം. എല്ലാവരും അവളൊക്കെ രാജമ്മേടെ 10 ലക്ഷം പിടിച്ചു വച്ചത്. അവൾ ആരെയാ പിടിച്ചു വച്ചത്? സകലങ്ങളെ പിടിച്ചു വച്ച് നടക്കൂലേ? രാജമ്മേടെ 10 ലക്ഷം അവളെ പിടിച്ചു വച്ചത്. ഞാനല്ല. രാജമ്മേടെ 10 ലക്ഷം അവൾ ആരെയാ പിടിച്ചു വച്ചത്? രാജമ്മേടെ പൈസ എല്ലാം പിടിച്ചു വച്ചില്ലെങ്കിലാ. രാജമ്മേടെ പൈസ എല്ലാം ഇവിടെ പിടിച്ചു വച്ചത് ഞാനല്ല. 10 ലക്ഷം പിടിച്ചു വച്ചത് അവർക്ക് ഒരിക്കലും തികയത്തില്ല. എത്ര ലക്ഷങ്ങൾ കിട്ടിയാലും പിള്ളായിപ്പൊന്നും തികയത്തില്ല. ലക്ഷങ്ങളും കോടികളും വേണം. എന്നെ വെച്ച് എന്റെ വസ്തുവെല്ലാം വെച്ച് നമുക്ക് കോടികൾ വേണം. കോടികൾ എന്നെ വെച്ച് കോടികൾ ഉണ്ടാക്കണം. എന്നെ കൊച്ചിനെ വെച്ച് ശരിയാക്കി. അവൾ ചോദിച്ചത് അതിന്റെ കൊച്ചിപ്പോ കോടീശ്വരിയാണോടി? അത്ര കുശുമ്പിയാണ്. അത്ര കുശുമ്പി എങ്ങാണ്ട് കേട്ട കുശുമ്പി. ഇതുപോലത്തെ കുശുമ്പി ഉണ്ടോ അവളെ പോലെ? അയ്യോ ഭഗവാനെ, ഇത്രയും കുശുമ്പി ഉണ്ടോ അവള്? അവളെ പോലെ കുശുമ്പി. എന്റെ കൊച്ചിനെ വരെ അവള് പറഞ്ഞതാ. അവള് എന്റെ കൊച്ചിപ്പോ കോടീശ്വരിയാണോടി എന്ന് ചോദിച്ചതാ. ആ കള്ളി ചോദിച്ചതാ. ചോദിച്ചത് കേട്ടവരുണ്ട് ഇവിടെ. കേട്ടവരുണ്ട്. കാണിക്കപ്പള്ളി സാന്തേനെ നല്ലപോലെ കേട്ടോ. അവര് വൈപ്പഴും പറയും എന്തോ കുത്തിയാണെന്ന്. ഭർത്താവ് ഇങ്ങോട്ട് ചത്ത് അവരിങ്ങോട്ട് വന്നതേ ഉള്ളൂ. എന്നിട്ട് ചേട്ടത്തിയുടെ കുത്തിയായിരുന്നു. അവർക്ക് ഇപ്പോഴും അറിയാം. ഭർത്താവ് ചത്ത് വന്നതാണ്. അവർ ചേട്ടത്തിയോട് കുത്തിയായിരുന്നു. എന്നിട്ട് ഭർത്താവിനെ കൊല്ലേം ചെയ്യും, എന്നെ കൊല്ലണം. അതിനുള്ള ഇല്ലായിരുന്നു. അവളിവിടെ വന്നപ്പോഴാണ് എനിക്ക് ചാതയും കൊണ്ടൊന്നും ഞാൻ കാണുന്നില്ല. കാര്യത്തിന് പോകാറില്ല. അവിടെ ഒരു വീടിനും പോയില്ല. എല്ലാവരെയും സ്വത്ത് വേണം. സ്വത്ത് എല്ലാരെയും കൊന്നും കൊലവിളിച്ചോ അവർക്ക് സ്വത്ത് വേണം. നമുക്ക് എന്തുപറയാൻ ഞാൻ വെള്ളം ഒഴിക്കുന്നത്? ഇപ്പൊ ഞാൻ വീട്ടിലുണ്ടോ? വെള്ളം ഒഴിക്കുന്നതിനകത്തല്ല. തൊണ്ടയിലായി പറഞ്ഞു നേരെ എന്റെ കൊച്ചുമോടെ കാര്യം എന്നോട് പറഞ്ഞു. സ്വത്തിന് നടക്കുക. സ്വത്തിന് കുറെ അമ്മമാരോടുമാര് സ്വത്ത് എന്റെ സ്വത്ത് പിടിച്ച് വരയ്ക്കണം. എനിക്ക് കിടക്കണം. ഇവിടെ അങ്ങനെ വാങ്ങിച്ചാൽ എനിക്കറിയാം. എനിക്ക് കോടതി കൊടുത്താൽ എനിക്ക് തരുന്നത് ഇന്നതാണെന്നുള്ളത് തെളിവുണ്ട്. നിങ്ങൾ എന്താ പറഞ്ഞ തെളിവ് എന്തെങ്കിലും ഇരിക്കൊണ്ട് എനിക്ക് അല്ലാതെ കണ്ട ആണുങ്ങളുടെ 15,000 ഞാൻ വാങ്ങിക്കില്ല. 15,000 രൂപ കണ്ട ആണുങ്ങളെ 15,000 രൂപയൊന്നുമല്ല വാങ്ങിക്കുന്നത്. എന്റെ അച്ഛന്റെ 15,000 രൂപ. എന്റെ അച്ഛന്റെ 15,000 രൂപ ഞാൻ വാങ്ങിക്കുന്നത്. അല്ലാതെ കണ്ട ആണുങ്ങളെ പൈസയൊന്നുമല്ല ഞാൻ വാങ്ങിക്കുന്നത്. അവളങ്ങനെ നോക്കാൻ ഉണ്ടാക്കാൻ എന്താ വെച്ചാ ഞാൻ എനിക്ക് ആരാണ്ട് ആണുങ്ങൾ അയക്കുന്നത് എന്ന് പറഞ്ഞോണ്ടൊക്കെ കഥയുണ്ടാക്കാൻ അവിടെ ഇരിക്കുന്നത്. അതൊന്നും വേണ്ട. ആ കഥയിലൂടെ എനിക്ക് വരുന്ന പൈസ കണ്ട ആണുങ്ങളല്ല. എന്റെ ഭർത്താവിന്റെ പൈസ അല്ല. ഇവിടെ 15,000 വെച്ച് കണ്ട ആണുങ്ങളായി കൊടുത്തേച്ച് എന്റെ ഇതിലോട്ട് അയക്കുമ്പോ കണ്ട ആണുങ്ങളെ എനിക്ക് അയച്ചു തരുന്നതെന്ന് വരുത്താന് അതൊന്നും വേണ്ട. അങ്ങനെ പല പല കള്ളത്തരങ്ങളും നടക്കുന്നുണ്ട്. ആണുങ്ങളെയായും പെണ്ണുങ്ങളെയായും ആണുങ്ങളൊന്നുമല്ല വാങ്ങിക്കുന്നത്. ഞാൻ എന്റെ അച്ഛന്റെയാ വാങ്ങിക്കുന്നത്. എന്റെ അച്ഛന്റെയാ വാങ്ങിക്കുന്നത്. അല്ലാതെ അവിടെയൊന്നും ആണുങ്ങളെ വേണ്ട. തെളിവുണ്ട്. അവൾ എടുക്കുന്നതിന് തെളിവുണ്ട്. പാസ്ബുക്കിൽ അവള് ചാലക്കുടിയും അവിടുന്ന് ഇവിടുന്ന് എല്ലാം എടുത്തതിന് തെളിവുണ്ട്. പാസ്ബുക്കിലും ബാങ്കിൽ എല്ലാ റെക്കോർഡും ഉണ്ട്. ഇവര് ഇരിക്കുന്നിടത്തുനിന്ന് ഈ പൈസ എടുക്കുന്നതിനുള്ളത്. വർഷങ്ങളായിട്ട് ഇവിടെ എടുക്കുന്നതിനുള്ളതിന് തെളിവുണ്ട്. ഇവ ചാലക്കുടിയും മറ്റേടത്തും ഇവിടെ എടുക്കുന്നതിനുള്ളത്. എവിടുന്ന് പണം എടുക്കാം. അല്ല ഇതിനടുത്തൊന്നും എടുക്കാവുന്നൊന്നുമില്ല. പൈസ എവിടുന്ന് കൊടുക്കാം. തൃശ്ശൂർ ഇരിക്കുന്ന ചാലക്കുടിയിലൊക്കെ പൈസ എടുക്കുന്ന അവളാണ്. അവൾക്ക് കഴിവുണ്ട്. പിന്നെ ആരാ എടുക്കുന്നതെന്നും എവിടുന്ന് ATM കാർഡ് എടുക്കുന്നതെന്നും എല്ലാം ആളുകൾക്ക് തെളിയിക്കാൻ പറ്റും. ഇതെല്ലാം ഇപ്പൊ എല്ലാം അവളെ എനിക്ക് കാശിയെന്നൊന്നും പറഞ്ഞ് എന്റെ സ്വന്തം മൊത്തം സ്വത്തും മുതലൊന്നും അടിക്കാമെന്ന് അവൾ വിചാരിക്കണ്ട. ഇതുവരെ പറയാൻ വന്നാ പറഞ്ഞോ. അവൾ പറഞ്ഞില്ലല്ലോ ഞാൻ എന്റെ കാശാന്നാ തരുന്നത്. എനിക്കറിയാം എന്റെ കാശാലാ തരുന്നതെന്നുള്ളത്. നിങ്ങൾക്കറിയാം. പക്ഷെ അവള് മുതുകണ്ടി അവള് പറയുന്നു ഞാനങ്ങ് തരുവാണെന്ന്. അവള് ഏതോ വലിയ കോടീശ്വരി എന്ന് തരുവാ എനിക്ക് ചെലവിന്. നിന്നോട് എന്ത് പറഞ്ഞു? അങ്ങനെ പറയാം. അവളെ
സ്വന്തം ഭർത്താവിനെ അവിടെ ഒടുക്കത്തെ പോക്ക് അവിടെ ഒടുക്കത്തെ പോക്കി കള്ളത്തരം ചെയ്യുന്നവരുടെ ഒടുക്കത്തെ പോക്ക് ഭഗവാനെ പോയെ. അവിടെ നമ്മളെ ഇത്രയും നശിപ്പിച്ചത് അവിടെ ഒടുക്കത്തെ പോക്ക് പോലെ ഭഗവാനെ. അവിടെ 2 പെൺമക്കളെ ഒടുക്കത്തെ പോക്ക് അതുപോലെ ദ്രോഹമായിരുന്നു ചെയ്യുന്നത്. ഇതുപോലെ ദ്രോഹം ചെയ്യുന്ന ഒരു വ്യക്തി അതായത് കള്ളത്തരം ചെയ്ത എന്റെ പാസ്പോർട്ട് എടുത്തോണ്ട് പോയ കട്ട കള്ളനെ ദൈവം അന്നേരം റെഡിയാക്കി. കെട്ട കള്ളനെ അവനെ അതുപോലെ റെഡിയാക്കും എല്ലാവരെയും. എന്റെ വീട്ടിൽ കയറി എന്റെ പാസ്പോർട്ട് കത്ത കള്ളൻ അജയ്ക്ക് ജീവനോടില്ല. അതുപോലെ ദൈവം റെഡിയാക്കും. അതുപോലെ ഓരോ അവിടെയും റെഡിയാക്കും. എന്നെ ആയിക്കോട്ടെ, എനിക്ക് 88 വയസ്സായി. എനിക്കിനി ജീവിക്കാൻ ഞാൻ ജീവിക്കാൻ കണ്ണ് വരെ കാണുന്നില്ല. ഒരു നമുക്ക് കണ്ണ് കാണുന്നില്ല. നീ എന്നെ എനിക്ക് നീ എന്നെ എന്ത് ചെയ്യാനാണ്? എന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല. 3 കോടി വേണമെന്ന് പറഞ്ഞാൽ നടക്കുമല്ലോ. 3 കോടി കണ്ടവനെല്ലാം ബോധം കഴിച്ച് 3 കോടി ഉണ്ടാക്കുന്ന പോലെ എന്നെ അങ്ങ് റെഡിയാക്കി 3 കോടിക്ക് നടക്കുക. നാട്ടുകാർക്കെല്ലാം അറിയാം 3 കോടി എല്ലാം ഇതുപോലെ അഴിച്ചു കൊണ്ടുവന്നിട്ട് 3 കോടി എല്ലാം എടുത്തോണ്ട് നടക്കുക. 3 കോടി അതുപോലെ എന്നെ അങ്ങ് വെച്ച് 3 കോടി ഉണ്ടാക്കിയെന്ന് ചോദിക്കാമെന്ന ചില ആളുകളുടെ അമ്മാരുടെ വിചാരം. പക്ഷേ വല്യത്തുകാരി ഒരു അവസ്ഥയുണ്ട്. രാജമ്മ എണീറ്റിക്ക് വെള്ളമിറങ്ങി നമ്മള് എറണാകുളത്ത് പോകുന്ന അവിടെ പാലിന്റെ പാല് ഇളവെന്നെ കളിച്ചു വെച്ച പാല് നമ്മുടെ അവിടെയൊക്കെ പോകുന്ന ബോധം കെട്ടാനാണെങ്കിൽ ചായ എണീറ്റിക്ക് ഞാൻ രാവിലെ എണീറ്റ് പോകാൻ നേരത്ത് വരുമ്പോൾ അവിടെ പാലും തൂക്കി വരിക. നമ്മളത് കുടിച്ചിട്ട് പോയാൽ നമ്മുടെ ബോധം കെട്ടി ആശുപത്രിയിലാക്കി അവിടെ ആ കഞ്ഞി. അതുപോലെ ആണ് 10 മാസം കൊണ്ട് ഭർത്താവിനെ കൊച്ചിനെ കൊണ്ടിട്ട് നടക്കുന്ന കഞ്ഞി ചൂടാൻ. നീ ആരെയും കൊണ്ടാകണം, നീ ആരെയും കൊണ്ടാകണം നടക്കാൻ. നല്ലതായിട്ട് നടക്കും. നീ ആരെയും കൊണ്ടാകും. നീ അങ്ങ് നടക്കാൻ. നീ കൊല്ലാതിന്റെ ഭർത്താവില്ലല്ലോ. ഇപ്പൊ കൊല്ലാതെ തന്നെ അവനവന്റെ മുട്ടില്ലയോ, അവനങ്ങ് പോയില്ലയോ? നീ ഭർത്താവിനെ കൊല്ലാൻ നടക്കരുത്. ഞങ്ങളാരെയും എന്റെ ഭർത്താവിനെ മരിച്ചു ഞാൻ കൊന്നതല്ല. എന്റെ ഭർത്താവിനെ കൊന്നത് അങ്ങനെ ഇവിടെ ആശുപത്രി ഇവിടെ വന്നാ അറ്റാക്ക് വന്ന് മരിച്ചത്. അല്ല വേറെ ഒന്നും ഇവിടെ അവിടെ ഇവിടെ വന്നപ്പോഴാണ് അങ്ങനെ അറ്റാക്ക് വന്ന് പിന്നെ മാളികയെ പുളിയും വന്ന് വീട്ടിൽ വന്ന് മരിച്ചത് ആശുപത്രിയിലാണ്. അങ്ങനെ 4 അടി അവനെ കൊന്നു നീ പറയുന്നത്. കണ്ടേരെ കട്ടുകൊണ്ടാണ് ജലജയെല്ലാം കൊടുത്ത് പോകുന്നേക്ക് അവളുടെ അവിടെ പമ്മി ഇരുന്നേക്ക് വന്ന് അന്ന് തന്നെ അവൾ അന്നാ പോയതവള്. എന്നിട്ട് പോയേക്ക് അവള് തിരിച്ചു വന്നിങ്ങനെ എന്റെ ഭർത്താവ് മരിക്കുന്നതിന് അത് പറയുന്നത് എന്തിനാണ്? അവള് മരിക്കില്ല, അവള് ഇവിടെ വന്നുമില്ല. ഇന്നലെ പിന്നെയൊക്കെ പറയാൻ എങ്ങനെ അറിയാമോ കല്ലിക്കടി പറഞ്ഞ മോളെ? നീ എവിടെ എരിക്കടി പറ്റി നീ എനിക്ക് അദ്ദേഹം കടി പറഞ്ഞ മോളെ വേറെ എന്നോട് നീ സംസാരിച്ചത്. അങ്ങോട്ട് കൊള്ളി വെക്കാൻ ഇച്ചിരി കൂടെ അടിക്കി അങ്ങോട്ട് തുടങ്ങിയത് മുഖം മറച്ചപ്പോഴത്തെ ഇവിടെ കാറേ ഇങ്ങനെ വന്ന് അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതെല്ലാം വന്ന് ശരിക്കും കണ്ടോണ്ടിരിക്കുക. ഇറങ്ങി അവിടെ ഭർത്താവും കൂടെ മഞ്ചേരിയിൽ ഇറങ്ങാണ്ടായിരുന്നു അവിടെ ജോലി അവർക്ക്. അന്നാ പോയത് ഇതുപോലെ അന്ന് പോയത് അവിടെ ആരും പറഞ്ഞപ്പോഴാണ് അത് മരിച്ച അങ്ങനെ മരിച്ചല്ലേ ഇവിടെ വന്നത്. ഈ തന്തേരായി പറയടി പട്ടി കഴിവുള്ള മോളെ, പട്ടി കഴിവുള്ള മോളെ, ഈ പട്ടി കഴിവുള്ള മോളെ തന്തേരായി പറയാതി. ദൈവം നിനക്ക് ഏതാണ്ട് ശിക്ഷ വെച്ചിട്ടുണ്ട്. നിനക്ക് ദൈവം ശിക്ഷ വെച്ചിട്ടുണ്ട്. ഞാൻ തരണ്ട, ദൈവം തരുന്നത്. ദൈവം കൊടുക്കേണ്ടവർക്കൊക്കെ ശരിക്കും കൊടുക്കും. ഈ കള്ളത്തരങ്ങളൊക്കെ ചെയ്ത കണ്ടവരെല്ലാം കൊന്നു തിന്നവരുമാർക്ക് ഒരിക്കലും ഗുണം പിടിക്കാതെ ഓർത്തേ ഉള്ളൂ. ഗുണം പിടിക്കാതെ കണ്ടവരെല്ലാം കൊന്നു തിന്ന് നടക്കുക കുടുംബക്കാരികൾ. കണ്ടവന്മാരെല്ലാം കൊന്നു തിന്ന് നടക്കുക. കൊന്നു നിന്ന് നടക്കുക. കുടുംബക്കാരികൾ കള്ളയപ്പും എല്ലാം ഇട്ട് നടക്കുക. ഇങ്ങനെ കണ്ടവരെല്ലാം കള്ളയപ്പും എന്തോ കല്ലാരികളൊക്കെ